ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയം വിചിന്തനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയം എപ്രകാരം ഈശോയുടെ ആ തിരുഹൃദയത്തോട് അനുരൂപപ്പെടണം എന്നുള്ള ആ ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ചിന്തിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ്. നല്ല ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ പ്രാർത്ഥന നല്ലതാകണം, ഫലസംദായകമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനവും 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനവും നന്നായിട്ട് മനസ്സിലാക്കാത്തവർക്ക് വിരോധാഭാസമാണോ എന്ന് തോന്നിപ്പോയേക്കാം. മത്തായി 6:7 നമ്മൾ വായിക്കുന്നു, നീ ചോദിക്കാതെ തന്നെ നിന്റെ ആവശ്യങ്ങൾ നിന്റെ ദൈവത്തിന് അറിയാം. നീ ചോദിച്ചില്ലെങ്കിലും ദൈവം നിന്റെ കാര്യം നടത്തി തരും. 7-ാം അധ്യായം 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ അവിടെ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ കണ്ടു ചോദിക്കാതെ തന്നെ ദൈവത്തിന് അറിയാം. ഉടനെ പറഞ്ഞിരിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ചോദിക്കാതെ പിതാവായ ദൈവത്തിന് നിൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ വാക്കുകളല്ല പ്രധാനപ്പെട്ടത്, വാക്ചാതുര്യമല്ല പ്രധാനപ്പെട്ടത്, ഹൃദയ സാന്നിധ്യം. ഇസ്രായേൽ ജനത്തിൽ അല്ലെങ്കിൽ നിയമജ്ഞരിൽ ഫരിസേയരിൽ ഇതില്ലാതെ വന്നപ്പോൾ ദൈവം അത് ചൂണ്ടിക്കാണിച്ചു. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ ജനം അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. ഹൃദയ സാന്നിധ്യമാണ് പ്രാർത്ഥനയ്ക്ക് പരമപ്രധാനം എന്നുള്ളത് കർത്താവോട് പഠിപ്പിച്ചു. ഒരു വാക്കുകൾ നമ്മൾ പറയുന്നില്ലെങ്കിലും ഹൃദയം കൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനോഹരമായ ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്നു. മത്തായി 7:7 വായിക്കുമ്പോൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആശ്രയത്വം, ദൈവത്തിലുള്ള ആശ്രയത്വം നമ്മൾ എടുത്തു കാണിക്കണം. നമ്മളൊരാളോട് സഹായം ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ നിങ്ങളിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ നിങ്ങളിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയാണ്. അതുപോലെ ദൈവാശ്രയത്വം എടുത്തു കാണിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് മത്തായി 7-ാം അധ്യായം 7-ാമത്തെ വചനത്തിൻ്റെ കാതലായ സന്ദേശം. നമുക്കിനി ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് അനിവാര്യം ഹൃദയ സാന്നിധ്യമാണ്. വാക്കുകളല്ല, വാക്ചാതുര്യമല്ല. നല്ല പ്രാർത്ഥനയ്ക്ക് അനിവാര്യം, അത്യന്താപേക്ഷിതമായ കാര്യം ഹൃദയ സാന്നിധ്യം. രണ്ടാമതൊരു കാര്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് എളിമയാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ സമീപിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടത് എളിമ. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, പ്രാർത്ഥന ഫലമണിയണമെങ്കിൽ ഈ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെറുതെ കുറെ പ്രാർത്ഥിച്ചങ്ങ് പോയാൽ പോരാ. പ്രാർത്ഥന ഫലമണിയണമെങ്കിൽ തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം അക്കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപവാസം, നീതി, ദാനധർമ്മം, 3 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുക. ഇവ ചേർത്തുള്ള പ്രാർത്ഥന ഒരുപാട് നല്ല പ്രാർത്ഥനയാണ്, ഫലപ്രദമാകുന്ന പ്രാർത്ഥനയായിരിക്കും. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരല്പം ഉപവാസം, അതുപോലെ തന്നെ നീതിപൂർവ്വം ജീവിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദാനധർമ്മം, അത് നിക്ഷേപമാക്കാനാണ് ദൈവമക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കാം. അതിലൊന്നാമത്തേത്, ഹൃദയവികാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതിന് ശരിയായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം. 1 സാമുവേൽ 1-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ഹന്ന ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. ഹൃദയവികാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന പ്രാർത്ഥന. 2 ദിനവൃത്താന്തം 18:31 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യഹോഷാഫാത്ത് ഹൃദയത്തിൽ നിന്ന് ഒരു വിളി
ദൈവമേ എന്നൊരു വിളി. ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല, പക്ഷെ ആ വിളി സ്വർഗത്തിലെത്തി. അവന് സ്വർഗത്തിൽ നിന്നും സഹായം ലഭിക്കുകയും ചെയ്തു. ഹൃദയവികാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഹൃദയങ്ങൾക്ക് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകണം. നമുക്ക് വേണമെങ്കിൽ ഇതില്ലാതെ ഒരുപാട് സമയം പള്ളിയിലിരുന്ന് വാമൊഴിയാ പ്രാർത്ഥിക്കാം. ഹൃദയങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ടാകണം. 1 കൊരിന്തോസ് 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളല്ല അവിടെ പ്രധാനപ്പെട്ടത്. അപ്രകാരം പ്രാർത്ഥനയിൽ നമുക്ക് വളരാൻ സാധിക്കും, ഹൃദയം ഹൃദയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ. മൂന്നാമത്തെ കാര്യമാണ്, ഹൃദയ സാന്നിധ്യമില്ലാത്ത അധരസേവ ദൈവത്തിന് നൊമ്പരമാണ്. ദൈവത്തിന് നൊമ്പരം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത്, ജെറമിയ 12:2 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ജനത്തിൻ്റെ അധരത്തിൽ ഞാനുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കുന്നത് ദൈവത്തിന് നൊമ്പരമാണ് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ഫലസമുദായകമായ പ്രാർത്ഥന നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കണം. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ തിരുഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്, പ്രാർത്ഥനയിൽ മടുപ്പും തടസ്സങ്ങളും നേരിടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.